ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ഞാനിലേക്ക് സ്വാഗതം. ഫ്രീഡം എന്ന് പറഞ്ഞിടത്തിൻ്റെ സ്നീക്ക് പീക്ക് 2 പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ സൂത്രവാക്യം എന്ന് പറഞ്ഞിടത്തിന് ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. ജൂലൈ 11 പടം റിലീസ് ആവുക. പിന്നെ സീത 11 എന്ന് പറഞ്ഞിടത്തിലത്തെ യാവൂരിക്ക് ഒക്കെയോ ഹുഡുകി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഇന്ന് പുറത്തിറങ്ങുന്നത് അറിയിച്ചിട്ടുണ്ട്. ടൈം അറിഞ്ഞിട്ടില്ല. പിന്നെ ജന്മനക്ഷത്രം എന്ന് പറഞ്ഞിടത്തിൻ്റെ ഓഡിയോ ഒക്കെ മിഞ്ഞാന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ മഹാവതാർ നരസിംഹ എന്ന് പറഞ്ഞിടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഹരിഹര വീരമല്ലു എന്ന് പറഞ്ഞിടത്തിൻ്റെ തമിഴ്നാട് തിയേറ്ററിക്കൽ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ശക്തി ഫിലിം ഫാക്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ ട്രെയിലറിൻ്റെ ഓസ്റ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ മൂൺ വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, കണ്ടു കഴിഞ്ഞാൽ അഭിപ്രായം പറയാവുന്നതാണ്. പിന്നെ കിങ്ഡം എന്ന് പറഞ്ഞിടത്തിന്റെ ഒരു റിലീസ് ഡേറ്റ് പ്രൊമോ പുറത്തിറങ്ങിയിരുന്നു. അത് 14 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. ട്രെൻഡിങ് 1-ലൊക്കെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊമോ ആണ്. പിന്നെ ഡെസിംഗ് രാജ 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം ജൂലൈ 11 റിലീസ് ആകാൻ പോകുന്നത് എന്ന് വെച്ചാൽ നാളെ. അപ്പോൾ അതിന്റെ 2 days to go പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അതിന് സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഇഫ് മിഡിൽ ഫിംഗർ വാസ് എ മാൻ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഒരു അനൗൺസ്മെന്റ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പടത്തിന്റെ അല്ല, അങ്ങനെ ഒരു ടാഗാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സിത്താര എന്റർടൈൻമെന്റ്സ് എടുക്കുന്ന പടം. എന്തായാലും ആ പടത്തിന്റെ പേര് എന്ന് പറയുന്നത് ബാഡാസ് എന്നുള്ളതാണ്. സ്റ്റാർ ബോയ് സിദ്ധു ആണ് ഇതിൽ നായകനായിരുന്നത്. 2026 പടം റിലീസ് ആകുമെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പോസ്റ്റർ ഗംഭീര പോസ്റ്റർ ആയിട്ടാണ് തോന്നിയത്. പിന്നെ മാലിക് എന്ന് പറഞ്ഞിടത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ KD എന്ന് പറഞ്ഞിടത്തിന്റെ എന്തോ ഒരു അപ്ഡേറ്റ് ഇന്ന് 12:30 വരുന്നുണ്ട്. എന്താ സംഭവം എന്നുള്ള അറിയത്തില്ല. പിന്നെ മാരീസ് എന്ന് പറഞ്ഞാൽ വടിവേലും ഫഹദ് ഫാസിലും മെയിൻ കഥാപാത്രമായിരുന്നു പടം. അതിലത്തെ ഫഫ സോങ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ബൺ ബട്ടർ ജാം എന്ന് പറഞ്ഞിടത്തിലത്തെ കാജുമ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ പടത്തിന്റെ 9 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ജൂനിയർ എന്ന് പറഞ്ഞിടത്തിന്റെ ട്രെയിലർ നാളെ പുറത്തിറങ്ങുമെന്ന് അറിയിച്ചു. ടൈം അറിയിച്ചിട്ടില്ല. പിന്നെ ഗൺ മാസ്റ്റർ G9 എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. 2026 പടം റിലീസ് ആകുമെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ട്രെൻഡിങ് എന്ന് പറഞ്ഞിടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ എക്ക എന്ന് പറഞ്ഞിടത്തിന്റെ ട്രെയിലർ നാളെ 6 മണിക്ക് വരും എന്നുള്ള അറിയിച്ചു. പിന്നെ ദിൽരാജു ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒരു കാസ്റ്റിംഗ് കോൾ വന്നിട്ടുണ്ട്. മെയിലും ഫീമെയിലാണ്, ഏജ് ലിമിറ്റ് ഒന്നുമില്ല. എന്തായാലും ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ലവ് മാരേജ് എന്ന് പറഞ്ഞിടത്തിലത്തെ എഡുഡ ബോട്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ ബെസ്റ്റ് കാസ്റ്റ് സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനിയുടെ പ്രൊഡക്ഷൻ നമ്പർ 1 ഫസ്റ്റ് ലുക്കും മോശം പോസ്റ്റർ എന്ന് പുറത്തിറങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ദ 100 എന്ന് പറഞ്ഞ പടത്തിന്റെ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ മെഗാ 157 ചിരഞ്ജീവിയുടെ 157 പടത്തിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള സഹു ഗർപ്പറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ബർത്ത്ഡേ വിഷയതുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ ദഡക് 2 എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ വെള്ളിയാഴ്ച വരുമെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 1 പടം റിലീസ് ആകാൻ പോകുന്നത്. പിന്നെ 666 ഓപ്പറേഷൻ ഡ്രീം തിയേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ശിവരാജ്കുമാറിൻ്റെയാണ്. എന്തായാലും നല്ല പോസ്റ്റർ ആയിട്ടാണ് തോന്നി. സപ്തസഗതാച്ച എല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഡയറക്ടറാണ് ഈ പടം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ ഉണ്ട്. കാരണം അത് രണ്ടും ഗംഭീര പടങ്ങളായിരുന്നു. എന്നുവെച്ചാൽ ഫസ്റ്റ് പാർട്ടും സൈഡ് എ എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് പാർട്ടും സൈഡ് ബി എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് പാർട്ടും ഗംഭീര തന്നെയായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടുവെക്കുക. പിന്നെ ഡ്യൂൺ 3 എന്നുവെച്ചാൽ ഡ്യൂണിന്റെ അടുത്ത ഭാഗം വരാൻ പോകുന്നതിന്റെ പേര് ഒഫീഷ്യലി ഡ്യൂൺ പാർട്ട് 3 എന്നുള്ളതായിരിക്കും എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒബാമ അയ്യോ രാമ എന്ന പടത്തിന്റെ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ രവീന്ദ്ര നീ എവിടെ എന്ന പടത്തിന്റെ സെൻസറിങ് കഴിഞ്ഞിട്ട് യൂസ് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ മെട്രോ എന്ന പടത്തിന്റെ 5 ദിവസത്തെ കളക്ഷൻ 24.58 കോടി എന്നുള്ള അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ആലീസ് ഇൻ ബോർഡർലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് നെറ്റ്ഫ്ലിക്സിന്റെ സീരീസ് ആണ്. സ്ക്വിഡ് ഗെയിം ആയിട്ടൊരു സംഭവം എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്തായാലും സീസൺ 1 സീസൺ 2 ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഇതിന്റെ സീസൺ 3 വരാൻ പോവാണ്. അത് നെറ്റ്ഫ്ലിക്സിലൂടെ സെപ്റ്റംബർ 25 പുറത്തിറങ്ങാനുള്ള അറിയിച്ചിട്ടുണ്ട്. സ്ക്വിഡ് ഗെയിം 3 ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു റിവ്യൂ ആയിട്ട് ഇടാൻ നോക്കാം. പിന്നെ ഞാനിന്റെ അടുത്തായിട്ട് വരാൻ പോണ പടം ദ പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ശ്രീകാന്തോടല്ല ഞാനും കൂടിയിട്ട് കൊന്നിക്കുന്ന അടുത്ത പടം. എന്തായാലും ഈ പടത്തിന്റെ ഒരു ആക്ഷൻ സീക്വൻസ് ആണ് ഇപ്പോൾ ഷൂട്ട് നടന്നിരുന്നതാണ് കേൾക്കുന്നത്. അത് വേറെ ലെവല് ആക്ഷൻ സീക്വൻസ് ആണെന്നുള്ളത് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എന്തായാലും ഗംഭീരമായി വരും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ JSK ജാനകി VS സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള പടം. ഈ പടത്തിന്റെ ഒരു പേരിന്റെ ഇഷ്യൂ ആയിട്ട് പടം റിലീസ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ജാനകി VS സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള രീതിയിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് കേൾക്കുന്നുണ്ട്. അതുമാതിരി ക്ലൈമാക്സിൽ എന്തോ ജാനകി എന്നുള്ള പേര് വിളിക്കുന്നു അങ്ങനെ എന്തോ ഉണ്ട്. അത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും പടം വരട്ടെ. പിന്നെ വിജയ് ദേവരകൊണ്ടയുടെ 14ാമത്തെ പടത്തിൽ ഒരു കാസ്റ്റിംഗ് കോൾ ഇട്ടിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും ഇതിന്റെ പൂജാ സെറമണി ഇന്ന് 11:09 നടക്കേണ്ടതാണ്. നടക്കില്ല എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. നടക്കില്ല എന്നുള്ള അറിയത്തില്ല. എന്തായാലും കണ്ടുനോക്കാം. പിന്നെ കൂലി എന്ന് പറഞ്ഞിട്ടുള്ള ലോകശനരാജ് എടുക്കുന്ന രജനീകാന്തിന്റെ പടം. അമീർ ഖാൻ ഉണ്ട്, നാഗാർജുന ഉണ്ട്, സൗബിൻ ഷാഹിർ ഉണ്ട്, ഉപേന്ദ്ര ഉണ്ട്, സത്യരാജ് ഉണ്ട്, ശ്രുതിഹാസ് ഉണ്ട്. അങ്ങനെ ഒരു വലിയ കാസ്റ്റ് ഉണ്ട്. എന്തായാലും ഈ പടത്തിലത്തെ സെക്കൻഡ് സിംഗിൾ വരാൻ പോവാണ് മോണിക്ക എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. ഇത് പൂജാക്കിന്റെ വരുന്ന ഡാൻസിന്റെ പാട്ടാണ്. എന്തായാലും ഇത് ജൂലൈ 11 എന്ന് വെച്ചാൽ നാളെ 6 മണിക്ക് വരെ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു ചെറിയ പ്രൊമോ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. അത് കണ്ടിട്ട് പാട്ട് നന്നാവുന്നതാണ് തോന്നുന്നത്. പിന്നെ മിന്നൽ മുരളിയുടെ റൈറ്റർ ഡയറക്ട് ചെയ്യുന്ന ഒരു പടം വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അതിൽ മെയിനായിട്ട് ബെസിൽ ജോസഫും ടോവിനോ തോമസും വിനീത് ശ്രീനിവാസനായിരിക്കും നായകന്മാരായി എത്തുന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും വരട്ടെ, ഗംഭീരമായി വരട്ടെ. പിന്നെ മോഹൻലാലിന്റെ 365ാമത്തെ പടത്തിന്റെ ഒരു അനൗൺസ്മെന്റ് കണ്ടിട്ടുണ്ട്. മുന്നേ പറഞ്ഞിരുന്ന അതിന് ഓസ്റ്റിൻ ഡാൻ തോമസ് ആണ് പടം ഡയറക്ഷൻ ചെയ്യുന്നത്. ആഷിഖ് ഉസ്മാനാണ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. രതീഷ് രവിയാണ് കഥ എഴുതിയിട്ടുള്ളത്. പിന്നെ പടത്തിൽ മോഹൻലാൽ ഒരു പോലീസ് ക്യാരക്ടറായിട്ടാണ് എടുത്തതെന്നുള്ളത് കേൾക്കുന്നുണ്ട്. ഈ അനൗൺസ് ചെയ്ത പോസ്റ്ററിലും ഒരു പോലീസ് യൂണിഫോം ഒക്കെ കാണാനുണ്ട്. എന്തായാലും പടം ഗംഭീരമായി വരുന്നു പ്രതീക്ഷിക്കാം. ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, അതിന് സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.